ഹലോ, മിനി കൊല്ലം വ്ളോഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നവംബർ മാസം 10-ാം തീയതി. നിങ്ങളുടെ കുറച്ച് ചോദ്യങ്ങൾക്ക് എനിക്കറിയുന്ന വിധത്തിൽ ആൻസർ ചെയ്യാനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചില ചോദ്യങ്ങളുടെ ആൻസറുകൾ നമുക്ക് കണ്ടെത്താം. ഒരു പുള്ളിക്കാരത്തി ചോദിച്ചിരിക്കുന്നത്, ഞാൻ എൻ്റെ പേരൻറ്റിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. കുട്ടികളുടെ ഹസ്ബൻഡിൻ്റെ ആധാർ കാർഡ് എൻ്റെ കയ്യിലില്ല, എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദിച്ച ചോദ്യം. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ജനറൽ കാറ്റഗറിയിൽ നമുക്ക് പോകണമെങ്കിൽ ഇസ്രായേൽ വേക്കൻസി സംബന്ധമായ കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. നമുക്ക് ഹസ്ബൻഡിൻ്റെ ആധാർ സബ്മിറ്റ് ചെയ്തേ പറ്റൂ. കെയർ ഗിവർ വിസയുടെ കാര്യങ്ങളല്ല ഞാൻ സംസാരിക്കുന്നത്. അവർക്ക് പിന്നെയും ഫോർമാലിറ്റീസ് കൂടുതലുണ്ട്. നമുക്ക് B1 വിസയിൽ ജനറൽ കാറ്റഗറിയിൽ പോകുന്നവരുടെ വേക്കൻസിയുടെ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ട് താമസിക്കുന്നവരുണ്ടാവും, ഡിവോഴ്സ് ആകാതെ. അങ്ങനെയുള്ള ഭാര്യ ഭർത്താക്കന്മാരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ ആധാർ ഇപ്പം ഈ ഒരു ലേഡിയാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. അപ്പം പുള്ളിക്കാരുടെ ഹസ്ബൻഡിൻ്റെ ആധാർ സബ്മിറ്റ് ചെയ്തേ പറ്റൂ. പിന്നൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരു ഫാമിലിയിൽ നിന്ന് എത്ര പേർക്ക് ഇസ്രയേലിൽ പോകാം? നമുക്ക് ഇസ്രയേലിയർ ഫാമിലി അവിടെ അലൗഡ് അല്ല. എന്നാലും ഭാര്യയും ഭർത്താവും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. 2 കാറ്റഗറി വിസയിലാണ്. ഒരാൾ B1 വിസയിൽ പോയാൽ ലേഡീസ്, B1 വിസയിൽ പോയാൽ ജെൻസിന് B2 വിസയിൽ ഇറങ്ങാം, എൻട്രി വിസ. കാരണം കൺസ്ട്രക്ഷൻ ഫീൽഡിൽ അവർക്ക് ഇറങ്ങാം. ലേഡീസിന് അങ്ങനെ ഇറങ്ങിയവർ ഉണ്ട്. പിന്നെ അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, മൊത്തത്തിൽ ഫാമിലി എത്ര പേർക്ക് അവിടെ വർക്ക് ചെയ്യാം നിയമപ്രകാരം? ഞാൻ നേരത്തെ B2 വിസയുടെ കാര്യം പറഞ്ഞു. എൻട്രി വിസയിൽ ഇറങ്ങുന്നവർക്ക് വലിയ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ വലുതായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. ഈ B1 വിസയിലെ പ്രോസസ്സിങ് പോലൊന്നും B2 വിസയിലില്ല. അതുകൊണ്ടാണ് ഇവർ ഇറങ്ങാൻ പറ്റുന്ന B2 വിസയിൽ. പിന്നെ അപ്പനും അമ്മയും ഇസ്രയേലിലില്ലെങ്കിൽ 2 സഹോദരങ്ങൾക്ക് വിസയിൽ അവിടെ ജോബ് ചെയ്യാൻ പറ്റും. 2 സഹോദരങ്ങൾക്ക്. പക്ഷെ അപ്പനും അല്ലെങ്കിൽ അമ്മയോ അപ്പനോ അവിടെ ജോലി ചെയ്യുന്നെങ്കിൽ മക്കൾക്ക് 2 പേർക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ചിലർ വിസിറ്റിങ്ങിന് പോയിട്ട് ചാടി നിന്ന് ജോലി ചെയ്യുന്ന മാതാപിതാക്കളുണ്ട്, അല്ലെങ്കിൽ അമ്മയുണ്ട്. ആ അമ്മ അവിടെ എൻട്രി ചെയ്തതായിട്ട് സിസ്റ്റത്തിൽ കാണിക്കും. ഒരിക്കലും മക്കൾക്ക് അവിടെ നമുക്ക് B1 വിസയിൽ പോകാൻ പറ്റില്ല. ആ അമ്മ എന്ന് നാട്ടിൽ വരുന്നു, നമ്മൾ നാട്ടിൽ കയറിപ്പോയി കഴിഞ്ഞാൽ ആ അമ്മയുടെ 2 മക്കൾക്ക്, അത് ഏത് അമ്മയാവട്ടെ, 2 മക്കൾക്ക് ഇസ്രയേലിൽ പോകാനുള്ള അവസരം ഉണ്ട്. ഞാൻ സംസാരിക്കുന്നതിൻ്റെ മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഒരു വീട്ടിൽ അപ്പനും അമ്മയും ഇസ്രയേലിൽ ഇല്ലെങ്കിൽ 2 സഹോദരങ്ങൾക്ക് എൻട്രി ചെയ്യാൻ പറ്റും. അതിന് മറ്റു പ്രോബ്ലംസുകൾ ഒന്നുമില്ല. പിന്നെ ഡിവോഴ്സ് ആയവരുടെ ശ്രദ്ധയ്ക്ക്, പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ യാതൊരു കാര്യങ്ങളും വെക്കേണ്ട കാര്യമില്ല. ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് മാത്രം പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും സബ്മിറ്റ് ചെയ്താൽ മതി. പിന്നെ വിവാഹം കഴിക്കാത്ത ലേഡീസും ജെൻസും അത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെയും നിങ്ങളുടെ സഹോദരങ്ങളുടെയും ആധാറുകൾ സബ്മിറ്റ് ചെയ്താൽ മതി. വിവാഹം കഴിക്കാത്തവർ. വിവാഹം കഴിച്ചവർ ഹസ്ബൻഡിൻ്റെ ആധാർ, കുട്ടികളുടെ ആധാർ, നമ്മുടെ പേരൻസിൻ്റെ ആധാർ, ഇതെല്ലാം സബ്മിറ്റ് ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, എന്തിനാണ് ഫാമിലിയുടെ ഫുൾ ആധാർ? ഒൺലി ആപ്ലിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് മാത്രമല്ലേ ആവശ്യമുള്ളൂ? ഓക്കെ, അതൊരു ചോദ്യമാണ്. നമ്മൾ ജനറൽ കാറ്റഗറിക്ക് പോകണമെങ്കിൽ B1 വിസ എന്ന് പറയുമ്പോൾ എംബസി പോയി പാസ്പോർട്ടിൽ സീൽ ചെയ്യുന്ന വിസയാണ് B1 വിസ. ആ വിസയ്ക്ക് പോകണമെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ മൊത്തം ഡീറ്റെയിൽസും അവിടെ സബ്മിറ്റ് ചെയ്യണം. പക്ഷെ B2 വിസയിൽ ഇറങ്ങുന്നവർക്ക്
ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ പറഞ്ഞ പോലെ പോകുന്ന തൊഴിലുടമയുടെ മാത്രം ആധാർ കാര്യങ്ങൾ കുറച്ച് അവർക്കും ഉണ്ട് പേപ്പർ വർക്ക്. ഈ B1 വിസയിൽ ഇറങ്ങുന്നതിൻ്റെ അത്ര പേപ്പർ വർക്ക് B2 വിസയിൽ ഇറങ്ങുന്നവർക്ക് വേണ്ട, മനസ്സിലാക്കുക. പിന്നെ ഡിവോഴ്സ് ആയവർക്ക് പിന്നെ ഹസ്ബൻഡിൻ്റെ മറ്റ് അല്ലെങ്കിൽ വൈഫിൻ്റെ മറ്റ് ഡീറ്റെയിൽസുകളൊന്നും സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഉണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യാം, അതിനൊരു കോളം ഉണ്ടെങ്കിൽ ഡിവോഴ്സ് പേപ്പർ, അവരുടെ ആധാർ, പാസ്പോർട്ട് ഒക്കെ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഡിവോഴ്സ് മാത്രം സബ്മിറ്റ് ചെയ്യാം. പിന്നെ സെപ്പറേറ്റ് ആണെന്നും പറഞ്ഞ് ചിലപ്പം ഡിവോഴ്സ് ആകാതെ താമസിക്കുന്നവരുണ്ട്. അതെന്തെന്ന് പറഞ്ഞാലും നമ്മൾ ഡിവോഴ്സ് അല്ല. അപ്പം നമ്മുടെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ B1 വിസയിൽ ഇറങ്ങുന്നെങ്കിൽ അത് നമ്മൾ സബ്മിറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ ആ കാര്യവും ക്ലിയർ ആയല്ലോ. പിന്നെ ഏജിൻ്റെ കാര്യം വീഡിയോസ് കാണാത്തോണ്ടാണോ വീണ്ടും 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 എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 25 വയസ്സ് മുതൽ 45 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റേഷൻ. പക്ഷേ ഇപ്പം വരുന്ന നമ്മുടെ ഓരോ കാറ്റഗറിക്കും ഏജ് കുറഞ്ഞു വരുവാണ്. 44, 43, 40. പ്രത്യേകം ശ്രദ്ധിക്കുക, 25 വയസ്സ് മുതൽ 45 വയസ്സ് വരെയാണ്. പിന്നെ നമ്മുടെ സൂം ഇൻ്റർവ്യൂകളൊന്നും ഇന്ത്യ വിട്ട് കൊടുക്കില്ല. അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിൽക്കുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇന്ത്യ വിട്ട് സൂം ഇൻ്റർവ്യൂകൾ കിട്ടില്ല. നാട്ടിൽ വരുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന സമയത്ത് നിങ്ങളത് ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ ചോദ്യം പിന്നെയും വരുന്നത് ഡ്രൈവർമാരുടെ വേക്കൻസി വരുന്നുണ്ടോ ഇല്ലയോ എന്നാണ്. ഡ്രൈവർമാരുടെ വേക്കൻസികൾ വരാൻ ചാൻസ് ഒരു 90% കുറവാണ്. കാരണം ഈ വെയർഹൗസിലേക്ക് പോകുന്ന പിള്ളേരുടെ കയ്യിൽ നിന്ന് അവർ 4 വീലർ ലൈസൻസ് ഉള്ളവരെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, മനസ്സിലാക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെടിക്ക് 2 പക്ഷി. ഡ്രൈവർമാരെ കൊണ്ടുപോയാൽ ഡ്രൈവറുടെ വേക്കൻസി അല്ലേ അവർക്ക്, ജോബല്ലേ അവർക്ക് അറിയത്തുള്ളൂ. ഇപ്പം വെയർഹൗസിൽ സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന പിള്ളേർക്ക് ഡ്രൈവിംഗ് അറിയാമെങ്കിൽ വണ്ടി അവർക്ക് ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഡ്രൈവർമാരുടെ വേക്കൻസി നമുക്ക് പൊതുവേ വരാത്തത്. പിന്നെ കെയർ ഗീവർ വിസയ്ക്കൊക്കെ 50 വയസ്സിന് താഴെ വരെ എനിക്ക് തോന്നുന്നത് അവർക്ക് വിസ കിട്ടും. അത് വേറെ കാറ്റഗറിയാണ്, അതിനെക്കുറിച്ചൊന്നും ഇപ്പം ഞാൻ സംസാരിക്കുന്നില്ല. പിന്നെ ഈ PCCയുടെ കാര്യം, ഇന്ത്യൻ PCCയുടെ കാര്യമല്ല, GCC കൺട്രിയിലെ PCCയുടെ കാര്യമാണ് ഇനി ഞാൻ സംസാരിക്കുന്നത്. കുവൈറ്റിൽ വിസിറ്റിങ്ങിന് 3 മാസത്തെ വിസിറ്റിങ്ങിന് പോയതാ. കുറെ 20 വർഷം മുമ്പെന്നൊക്കെ പറയുന്നു. ഓക്കെ, എന്ത് വർഷവും ആയിക്കോട്ടെ, വിസിറ്റിങ്ങിന് പോകുന്ന ആർക്കും, അതിന് ഏത് രാജ്യത്താണെങ്കിലും വിസിറ്റിങ്ങിന് പോകുന്നവർക്ക് നിങ്ങൾക്ക് PCCയുടെ ആവശ്യം ഇല്ല. പിന്നെ PCCയുടെ ആവശ്യമില്ലാത്തൊരു കാറ്റഗറിയാണ് B2 വിസ. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ പോകുന്ന ആർക്കും വിദേശ PCCയുടെ ആവശ്യമില്ല. ആ ജോബിന് മുൻഗണന കൊടുക്കുന്നതും ഗൾഫ് റിട്ടേൺസിനാണ്. വെൽഡർമാർ, JCB, എന്തൊക്കെ ജോബാണോ നിങ്ങൾക്ക് ഓഫർ വരുന്നത് അതെല്ലാം ഗൾഫ് റിട്ടേണ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അപ്പം B2 വിസയിൽ ഇറങ്ങുന്നവർക്ക് ഗൾഫിലെ PCC വേണ്ട. നമുക്ക് ഗൾഫിലെ PCC വേണ്ടുന്നത് B1 വിസയ്ക്കാണ്. എംബസി പോയി സ്റ്റാമ്പ് ചെയ്യുന്ന വിസയ്ക്കാണ്. നിങ്ങൾ ഏതൊക്കെ രാജ്യത്ത് ജോലി ചെയ്തിട്ടുണ്ടോ ആ രാജ്യത്തെയൊക്കെ PCC വേണ്ടി വരുന്നത്. അപ്പോൾ അത് മറന്നു പോകരുത്. ഓക്കെ. ഒരു ചോദ്യം വന്നിരിക്കുന്നത്, ഒരു വട്ടം പോയിട്ട് ക്യാൻസൽ ചെയ്ത് വന്ന് നാട്ടിൽ നിൽക്കുന്നവർക്ക് വീണ്ടും ഇസ്രയേലിൽ പോകാൻ കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട്. ഒരിക്കലും പോകാൻ പറ്റില്ല, മനസ്സിലായോ? അങ്ങനെയുള്ളവർക്ക് വീണ്ടും വിസ കിട്ടില്ല. പിന്നെ നമ്മുടെ വർക്കുകൾക്ക് പാസ്സായി നിൽക്കുന്നവർ ശ്രദ്ധിക്കേണ്ട, കല്യാണം കഴിച്ചവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ് അത് മസ്റ്റാണ്. പിന്നെ ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ,
വീട്ടിൽ ജനിച്ചവർക്ക് നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവർ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒരു വക്കീലിനെ കൊണ്ട് അഫിഡവിറ്റുകൾ ചെയ്ത് സൂക്ഷിക്കുക. പിന്നെ അഡ്രസ്സിൽ വരുന്ന വ്യത്യാസങ്ങൾ, പേര് വ്യത്യാസം, ആധാറിലെ പേരല്ലായിരിക്കും അപ്പൻ്റെ അമ്മയുടെയും ആധാറിലെ പേരല്ലായിരിക്കും അപ്പൻ്റെ അമ്മയുടെ ആധാറിലെ പേരല്ലായിരിക്കും മക്കൾക്ക് വന്നിരിക്കുന്നത്. സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ അതെല്ലാം അഫിഡവിറ്റുകൾ ചെയ്ത് നമുക്ക് ക്രമീകരിക്കാം. അഡ്രസ്സുകൾ നമ്മൾ ജനിച്ച നാളിലെയും SSLC ബുക്കിലെയും പാസ്പോർട്ടിലെയും ഒന്നും അഡ്രസ്സല്ല നമുക്ക് പലർക്കും, അതെല്ലാവർക്കും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതെല്ലാം നമുക്ക് അഫിഡവിറ്റുകൾ ചെയ്ത് ക്രമീകരിക്കാവുന്നതാണ്. പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവർ, ഇസ്രയേലിൽ പോകാൻ ആഗ്രഹിക്കുന്ന ലേഡീസോ ജെൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ തന്നെ അത് അപ്ലൈ ചെയ്ത് വെക്കുക. കാരണം ഭർത്താവ് ഗൾഫിൽ നിൽക്കുമ്പം ഭാര്യയ്ക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. രണ്ടുപേരും കൂടെ നാട്ടിലുള്ള സമയങ്ങളിൽ മാരേജ് സർട്ടിഫിക്കറ്റുകൾ, ഇസ്രയേലിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ മാരേജ് സർട്ടിഫിക്കറ്റുകൾ അപേക്ഷ കൊടുത്തു അത് വാങ്ങി കൈകളിൽ സൂക്ഷിക്കാൻ ശ്രമിക്കുക. സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ, നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഒരു PDF ആക്കി നിങ്ങളുടെ കൈകളിൽ സൂക്ഷിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇസ്രയേൽ വേക്കൻസിക്ക് അത്യാവശ്യ പേയ്മെൻ്റ് ഉള്ള വേക്കൻസി ആണെന്ന് മിക്കവർക്കും അറിയില്ല. അത്യാവശ്യം അവിടുത്തെ ടിക്കറ്റ് ചാർജ് തന്നെ നല്ല പൈസ ചിലവുണ്ട്, അറിയാലോ. അത്യാവശ്യം ഇസ്രയേലിൽ പോകാൻ നിൽക്കുന്നവർക്ക് മനസ്സിലാവും അവിടുത്തെ പേയ്മെൻറ്റ് കാര്യങ്ങൾ. അതൊന്നും ഓഫീസിൻ്റെ പേയ്മെൻ്റ് ഒന്നും ഒരു ഏജൻറ്റും വാങ്ങിക്കുന്ന പേയ്മെൻറ്റുകളല്ല. അതും നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നത് നിർമ്മല ജേക്കബ് എവിടെയോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, പക്ഷെ പിന്നീട് അതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾ പാസ്സാകാം, ഫെയിലാകാം. ചിലർ ഫെയിലായാലും പാസ്സായെന്നും പറഞ്ഞ് നിങ്ങളുടെ പാസ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കും. ഈ പാസ്പോർട്ടൊന്നും കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. എങ്ങും നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളോ പാസ്പോർട്ടുകളോ ഒന്നും നിങ്ങൾ പാസ്സായെന്നും പറഞ്ഞ് അവർക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല. ഞങ്ങൾ ഇൻ്റർവ്യൂ നടത്തി, ഷോർട്ട് ലിസ്റ്റ് നടത്തി, ആരുടെയും കയ്യിൽ നിന്ന് പാസ്പോർട്ട് വാങ്ങിച്ചില്ല. ഷോർട്ട് ലിസ്റ്റും കഴിഞ്ഞു, ക്ലയൻറ്റ് ഇൻ്റർവ്യൂവും കഴിഞ്ഞു. ക്ലയൻറ്റ് ഇൻ്റർവ്യൂവിന് വന്നവരുടെയും പാസ്പോർട്ട് ഞങ്ങൾ വാങ്ങിച്ചില്ല. ഇതിൻ്റെ ആവശ്യമില്ല. നമുക്കറിയാം നമ്മടുത്ത് വന്ന് പാസ്സാകുന്ന കുട്ടികൾ, ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകുമെന്ന്. ഞങ്ങൾക്ക് പേടിയില്ല. ഇതൊന്നും മേടിച്ച് നമ്മുടെ കീശയിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല. അതങ്ങനെ ചെയ്യുന്ന എന്താണെന്നറിയോ, നിങ്ങളുടെ പാസ്പോർട്ടുകൾ, നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ വാങ്ങിച്ച് അവർ വെക്കുന്നതിൻ്റെ കാരണം നിങ്ങൾ വേറൊരു ഏജൻസിയിൽ പോയി നിങ്ങൾ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യാതിരിക്കാൻ. ഇന്ന് പാസ്പോർട്ടല്ല ആരും മേടിക്കുന്നത്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളാണ് വാങ്ങിച്ച് വെക്കുന്നത്. കാരണം പാസ്പോർട്ട് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം പാസ്പോർട്ട് ചോദിച്ചാൽ തിരിച്ചു കൊടുക്കണം. ഈ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചാൽ വർക്ക് വേറൊരു ഏജൻസിയിൽ പോയി നടന്നു കഴിഞ്ഞാൽ ഈ SSLC ബുക്ക്, മാരേജ് സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നിങ്ങളുടെ വർക്ക് നടക്കില്ല. അത് ചില ഏജൻസികൾക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ വാങ്ങിച്ച് അവരുടെ മേശയിൽ വെച്ച് കൂട്ടുന്നത്. കാരണം നിങ്ങളുടെ ഭാവിയെയാണ് അവർ തകർക്കുന്നത്. കാരണം നിങ്ങൾ വേറെ എങ്ങും പോയി ഒന്നും അറ്റൻഡ് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ വിടാം. നിങ്ങളുടെ വയസ്സാണ് പോകുന്നത്. നിങ്ങളുടെ അവസരങ്ങളാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേലിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഓരോ ആൺപിള്ളേരോടും പെൺപിള്ളേരോടും ഞാൻ പറയുന്നത്, എങ്ങും കൊണ്ടുപോയി പാസ്പോർട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായി? നിങ്ങൾ അവരെ ഏജൻസിയെ ചതിക്കരുത്. കാരണം ഈ നിങ്ങളുടെ ഇന്ന് പാസ്പോർട്ട് ഞങ്ങൾ മേടിക്കാത്ത എന്തുവാ, ഞങ്ങളുടെ വിശ്വാസമാണ്. ഞങ്ങൾ ഇന്നുവരെ ഒരു പിള്ളേരും ചതിച്ചിട്ടില്ല. നിങ്ങളെ വിടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവരെയും ചതിക്കാതിരുന്നാൽ ഈ പാസ്പോർട്ടോ സർട്ടിഫിക്കറ്റോ അവർക്ക് നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ പൈസകളൊന്നും അവർക്ക് കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ല. വർക്ക് നടക്കുമെങ്കിൽ എന്തിന് അഡ്വാൻസ് പേയ്മെൻറ്റ്? ചിലർക്ക് നമ്മളിലുള്ള വിശ്വാസം കുറയുന്നത് കൊണ്ടാണ് നമ്മുടെ ഇന്ന് അഡ്വാൻസ് പേയ്മെൻറ്റ് മേടിക്കുന്നത്. നിങ്ങൾ ആരെയും ചതിക്കാതിരുന്നു കഴിഞ്ഞാൽ ഓഫീസും നിങ്ങളെ ചതിക്കില്ല. നിങ്ങളതുകൊണ്ട് പാസ്പോർട്ടോ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളോ ഒന്നും കൊണ്ട് ആരുടെയും മുമ്പിൽ അടിയറ വെക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് എവിടെ ഇൻ്റർവ്യൂ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം.
എവിടാണോ വർക്ക് നടക്കുന്ന അവിടെ പോയി അറ്റൻഡ് ചെയ്യാം. ഞങ്ങളുടെ അടുത്ത് വരുന്ന ഒരു പിള്ളേരെ ഒരു കോള് കൊണ്ട് പോലും ഞങ്ങൾ വിളിക്കത്തില്ല. അവിടെ വേറൊരു ഏജൻസി പോയി നിങ്ങൾ എന്തിനാ പോയത്, ഇങ്ങോട്ട് വാങ്ങി, ഒരിക്കലും ഇല്ല. നമുക്ക് പുതിയ പുതിയ പിള്ളേർ വന്നുകൊണ്ടിരിക്കുക. നമ്മൾ എന്തിനാ ഒരു ഏജൻസി പോയി പിള്ളേർ വർക്ക് ചെയ്യുന്നു. ഇപ്പം നമ്മുടെ അടുത്ത് വന്നു ഒരു കൊച്ചു പാസ്സായില്ല എന്ന് വെച്ചോ, അവർ അടുത്തടുത്ത് എവിടെ വർക്കുണ്ടെങ്കിലും അവർക്ക് പോകാം. അവർക്ക് പോകാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. നമ്മുടെ അടുത്ത് വർക്ക് നടന്നില്ലെങ്കിൽ അടുത്തൊരു ഏജൻസിയിൽ വർക്ക് നടക്കുന്നെങ്കിൽ അവർക്ക് പോകണമെങ്കിൽ അവരുടെ കയ്യിൽ പാസ്പോർട്ടും അവരുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും അവരുടെ കയ്യിലുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അവരെങ്ങനെ അവർ അറ്റൻഡ് ചെയ്യും ഇന്റർവ്യൂകൾ? അതുകൊണ്ട് നമ്മുടെ അടുത്ത് വരുന്ന ആർക്കും ഭയം വേണ്ട. കാരണം ലൈവിൽ ഞാൻ വന്നിരുന്ന് വീഡിയോയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ആരുടെയും പാസ്പോർട്ട് വാങ്ങിച്ചു വെച്ചില്ല. പാസ്സായ പിള്ളേരുടെ കയ്യിൽ ഇപ്പോഴും അവരുടെ പാസ്പോർട്ട് അവരുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. അത് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു നിമിഷമുണ്ട്. അന്ന് അവരുടെ ഫുൾ ഡോക്യുമെൻസും ഒക്കെ ചെയ്ത് നമ്മൾ അയച്ചു കൊടുക്കും. അന്ന് മതി നമുക്ക്. അല്ലാതെ മുൻകൂർ നിങ്ങളുടെ ആരുടെയും ഒന്നും ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പോയി ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്ത് പാസ്സായി വർക്ക് സ്റ്റാർട്ട് ചെയ്യട്ടെ. വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നിങ്ങളുടെ ഒറിജിനൽ ഒന്നും ആരുടെയും കയ്യിൽ കൊടുക്കണ്ട. ഒറിജിനൽ കൊടുക്കേണ്ട ഒരു സമയമുണ്ട്. അഫിഡവിറ്റൊക്കെ കഴിഞ്ഞുള്ള നിമിഷങ്ങളിലാണ് നിങ്ങളുടെ ഒറിജിനലുകൾ ഫുള്ളും പാസ്പോർട്ടും MRA സർട്ടിഫിക്കറ്റും സ്കൂൾ സർട്ടിഫിക്കറ്റും എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു നിമിഷം വരും. അന്നേരം മാത്രം ഇതൊക്കെ കൊടുത്താൽ മതി. അല്ലാതെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഈ പൈസയൊന്നും കൊണ്ടു കൊടുത്ത് വർക്ക് നടക്കാതെയും നിങ്ങൾക്ക് വർക്ക് നടക്കുമെന്നും പറഞ്ഞ് ഈ പൈസയൊന്നും കൊണ്ടു കൊടുക്കേണ്ട കാര്യം ഇതിനകത്തൊന്നും ഇല്ല. കാൻഡിഡേറ്റ്സ് ഞാൻ നിങ്ങളെ കുറ്റം പറയൂ. ഏജൻസികൾ അവർ പറയും നിങ്ങളല്ലേ എല്ലാവർക്കും പൈസ കൊണ്ടു കൊടുക്കുന്നത്. എത്രയോ കോളുകളാണ് എനിക്ക് ഡെയിലി ഞങ്ങളെ പറ്റിച്ചു. വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരും പറ്റിക്കാൻ നിന്ന് കൊടുത്തത് നിങ്ങളല്ലേ. നിങ്ങൾക്ക് ഇസ്രായേൽ വേക്കൻസിയെ കുറിച്ച് അറിയാം. എന്തിനാ ഇഷ്ടംപോലെ വേക്കൻസികൾ വരുന്നുണ്ട്. എന്തിനാ ഒരു ഏജൻസിയെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത്? ഞങ്ങളെ ആണെങ്കിൽ പോലും ഫോക്കസ് ചെയ്യേണ്ട. വർക്ക് എവിടെ വരുന്നു അവിടെ നിങ്ങൾ ഇന്റർവ്യൂ പാസ്സാകുക, പ്രോസസ്സിങ് നടക്കുക, ഇസ്രായേൽ എന്ന രാജ്യത്തെത്തുക. ഓക്കെ, ഏകദേശ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും വരുന്ന കമൻറ്റുകൾക്കൊക്കെ മറുപടി പറയുന്നതായിരിക്കാം. ചിലപ്പം ഞാൻ പറഞ്ഞതിനകത്ത് ചില ചോദ്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, അറിയുന്നവർ അത് തിരുത്തുക. ഓക്കെ, പിന്നെ നമ്മുടെ ഒരു കാര്യം കൂടെ പറയട്ടെ. പാസ്പോർട്ടിൻ്റെ വിഷയം നമുക്കൊരു 3 മാസമേ ആയുള്ളൂ എല്ലാ പാസ്പോർട്ടും സബ്മിറ്റ് ചെയ്യണമെന്ന്. അത് പലരും അറിഞ്ഞിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രിയരെ, നമുക്കിപ്പം എല്ലാ പാസ്പോർട്ടും സബ്മിറ്റ് ചെയ്യണമെന്ന് ഇസ്രായേലിൻ്റെ നിയമമാണ്. ആ നിയമം അറിയാതെ പോകുന്നവരെ ശ്രദ്ധിക്കുക. എല്ലാ പാസ്പോർട്ടും സബ്മിറ്റ് ചെയ്യണമെന്നാണ്. നമ്മളും ആ നിയമം വന്നതിന് ശേഷം ചെയ്യുന്ന ആദ്യത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പിള്ളേരുടെ കയ്യിൽ അവരുടെ ഫ്രണ്ടും ബാക്കും ഉണ്ട്. അവർ 2016 പാസ്പോർട്ട് നഷ്ടപ്പെട്ടു. FIR കാര്യങ്ങൾ എല്ലാം അവരുടെ കയ്യിൽ ഭദ്രമാണ്. ആ വർക്ക് ഞങ്ങൾ ചെയ്യട്ടെ. അതിൻ്റെ റിസൾട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നതായിരിക്കും. ടാറ്റാ.